കേരള ഫിലിം സീരിയൽ ആക്ടേഴ്സ് അസോസിയേഷൻ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പിന്റെ കൂട്ടായ്മയിൽ ഫൈറ്റേഴ്സ് ആൻഡ് ആക്ടേഴ്സ് കോർഡിനേഷൻ മീറ്റിംഗ് ആറ്റിങ്ങൽ മുല്ലശ്ശേരി കോംപ്ലക്സിലായി പ്രവർത്തിക്കുന്ന ഫീനിക്സ് മീഡിയ ഡിജിറ്റൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് സംഘടിപ്പിച്ചു. മലയാള ചലച്ചിത്ര ലോകത്തെ ഏക വനിതാ ഫൈറ്റ് മാസ്റ്റർ കാളി ചടങ്ങിൽ മുഖ്യാതിഥിയായി നിലകൊണ്ടു. ഈ ഫൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കണം കരാട്ട കുൽഫു ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഫൈറ്റേഴ്സ് ആയെന്നുള്ളതാണ്. ഒന്ന് വീഴാൻ പറയണത് ഫൈറ്റ് മാസ്റ്റേഴ്സ് അല്ല, ഒരിക്കലും ഡയറക്ടർ അല്ല. ഇപ്പോൾ ഡയറക്ടർ വീഴാൻ പറഞ്ഞാൽ ചെയ്യാനുള്ള ധൈര്യമാണ്, അത് ഫൈറ്റേഴ്സിനിടയ്ക്ക് മാത്രമേ ഫൈറ്റിലേക്ക് വരാൻ പറ്റൂ. സീരിയലിലെ ഫൈറ്റും സിനിമയിലെ ഫൈറ്റും തമ്മിൽ ഒരുപാട് ഡിഫറൻറ്റ് ഉണ്ട്. റിയാലിറ്റി തോന്നും, അതിന് എക്സ്പ്രഷൻ നമ്മൾ ഫേസിൽ കൊണ്ടിലേക്ക് പോലും എക്സ്പ്രഷൻ വേണം. അത് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഭയം പാടില്ല. ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സ്പ്രഷൻ വരും. അത് ടൈം വേസ്റ്റ് ആവും. നമ്മൾ ലൊക്കേഷനിൽ നിന്ന് പഠിപ്പിച്ച് അവരുടെ ടൈമിൽ നമ്മൾ സെറ്റിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഒന്ന് ടൈം വേസ്റ്റ് ആവും, ഒന്ന് പണം നഷ്ടം. അതിൽ വരുന്ന ആൾക്കാർ നമ്മൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ട് അത് ധൈര്യവും ആത്മാർത്ഥമുള്ള ആൾക്കാർ, ചെയ്യാൻ എനിക്ക് പറ്റും എന്ന ആത്മവിശ്വാസമുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റി വെക്കും. കാരണം എൻ്റെ സിനിമയിൽ ഞാൻ ചെയ്യുന്ന വർക്കിൽ ആർക്കാണോ യോഗ്യതയുള്ളത് അവരെ ഞാൻ അതിലേക്ക് റെക്കമെൻഡ്. സിനിമ സീരിയൽ മേഖലയിൽ ഫൈറ്റ് ചെയ്ത് അഭിനയിക്കുവാൻ സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ ഒട്ടനവധി പേരാണ് പ്രസ്തുത മീറ്റിംഗിലായി എത്തിച്ചേർന്നത്. ആരെയും ഒറ്റപ്പെടുത്താൻ നമ്മുടെ യൂണിയൻ അനുവദിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വാക്ക്. അതിന് യൂണിയന്റെ തലപ്പത്തെന്നോ അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്നുള്ള നിലയിലായിരിക്കില്ല. നമ്മളൊക്കെ ഒരമ്മ പെറ്റ മക്കളെ പോലെ സഹകരിച്ച് നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മീറ്റിംഗിൽ എത്തിയ ഒട്ടനവധി പേർ തങ്ങളുടെ സിനിമാ സീരിയൽ രംഗത്തെ അനുഭവങ്ങൾ അനന്തരം വേദിയിൽ പങ്കുവച്ചു. എൻ്റെ പേര് സുനിമോൾ. എൻ്റെ നാട് കൊട്ടാരക്കരയാണ്. ഞാൻ ട്രാഫിക്കിൽ 6 വർഷം ട്രാഫിക് ഡ്യൂട്ടി ചെയ്തതാണ്. പിന്നെ എനിക്ക് ഈ സിനിമയോട് കൊച്ചിലെ ഒരു ഇഷ്ടം, അഭിനയം ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ ഡബ്ബിങ്ങിലൂടെ കയറി വന്ന് പിന്നെ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. പിന്നെ മേക്കപ്പ് ചെയ്യും. പിന്നെ ആൽബത്തിൽ 2 ആൽബം ചെയ്തിട്ടുണ്ട്. പിന്നെ 10-17 സിനിമ ഇനി ഇറങ്ങാനുണ്ട്. പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ സീരിയലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സുഭദ്രത്തിലും സുന്ദരിയിലും കന്യാദാനത്തിലും എല്ലാം ഉണ്ട്. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ കയറി വന്ന് ഡയലോഗും ഈ പറയുന്ന സ്റ്റണ്ട് സീനും എല്ലാം ഞാൻ ചെയ്യും. ഗുണ്ടയായിട്ടും എല്ലാം ചെയ്യും. ഇനിയും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് സോജി. ഞാൻ സിനിമ സീരിയൽ രംഗത്തൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് ആംബുലൻസ് കേസാണ്. ഒരു ആഗ്രഹം തോന്നി പോകുന്നതാണ്. വേണ്ടത്തിൻ്റെ ആറ്റുകാലം കുറച്ചുകൂടെ ബോൾഡാണ്. നമസ്കാരമുണ്ട്. ഞാൻ ഫൈറ്റ് മാസ്റ്റർ കാളി, ഇൻഡിപെൻഡൻറ്റ് ഫൈറ്റ് മാസ്റ്ററായി. ഞാനിപ്പോൾ ആറ്റിങ്ങൽ സ്പിനിക്സ് സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു സിനിമ, കേരള സിനിമ സീരിയൽ രംഗത്തുള്ള അഭിനേതാക്കൾ, ജൂനിയർ ആർട്ടിസ്റ്റ് അടക്കമുള്ള എല്ലാ മേഖലയിലുള്ള എല്ലാ അംഗങ്ങളുമായിട്ടുള്ള ഒരു മീറ്റിംഗ്, ആദ്യത്തെ മീറ്റിംഗ് ആയിരുന്നു. ജയൻ പോറ്റി സാറിൻ്റെ ഓഫീസിലായിരുന്നു. അപ്പോൾ ഞാനതിൽ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. വളരെ സന്തോഷമുണ്ട് ഈ മേഖലയിലേക്ക്, സ്റ്റണ്ട് സംഘടന മേഖലയിലേക്ക്, ആക്ഷൻ സീരിയലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ക്ഷണിച്ചുകൊണ്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. തീർച്ചയായും അതിനെ തുടർന്നൊരു വർക്ക്ഷോപ്പ് നടക്കാൻ പോകുന്നുണ്ട്. അതിൽ സംഘടന ഫൈറ്റേഴ്സിൻ്റെ ഒരു ചെറിയൊരു ക്ലാസ്സും കൂടി ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരും വരിക, പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇത് ആർക്കും നഷ്ടമാകും തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഒരു പുതിയ സംരംഭം സ്റ്റാർട്ടാവുന്നു. ചടങ്ങിൽ ഫീനിക്സ് മീഡിയ മാനേജിംഗ് ഡയറക്ടറും
ഫൈറ്റേഴ്സ് ആൻഡ് ആക്ടേഴ്സ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പിൻ്റെ സെക്രട്ടറിയുമായ ജയൻ വി പോറ്റി, വൈസ് പ്രസിഡന്റ് ബാലു പൂജപുര, ജോയിന്റ് സെക്രട്ടറി ഷാജഹാൻ പെർഫെക്റ്റ് മീഡിയ, ഖജാൻജി സുഭാഷ് കോളം എന്നിവർ പങ്കെടുത്തു. സീരിയലിലെ നടൻ എന്ന് പറയുന്ന ഗുണ്ടകളായിട്ട് പോകുന്നവരാണ്. നോക്കുമ്പോൾ 4 ഗുണ്ടകൾ ഞാൻ ഒറ്റയ്ക്ക് വരെ ഇടിച്ചിടും. ഒത്തിരി ജനങ്ങൾ കാണും. ഇതാണ് അവൻ്റെ മനസ്സിലുള്ളത്. ഈ നിൽക്കുന്ന ഗുണ്ടകളെ ശരീരം അവൻ്റെ അമ്മ പ്രസവിച്ചതുപോലത്തെ പ്രസവിച്ച മക്കളാണ്, അവർക്ക് നോവും എന്നുള്ള ചിന്ത അവർക്കാർക്കൊന്നുമില്ല. അവർ തോന്നും പോലെ കെട്ടിപ്പിടിച്ചു ഇല്ലേ? ഗുണ്ടയുടെ പോണ എല്ലാവർക്കും അനുഭവം വരും. അപ്പം ഇത് അറിയാമെന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ കൈ എവിടെ വരുന്നു അത് കണക്കാക്കി ചെന്ന് കയറും. ഈ അറിഞ്ഞുകൊടുക്കുക നേരെ ചെന്ന് കയറി കൊടുക്കണമെങ്കിൽ കറക്റ്റ് നെഞ്ചിൽ തന്നെ. ഇപ്പം ഞാൻ പറയും എൻ്റെ വയറ്റിൽ ചവിട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചവിട്ട് കിട്ടണം എനിക്ക് നെഞ്ചിലായിരിക്കും, അല്ലെങ്കിൽ അടി വെക്കില്ല. എനിക്ക് വയറ്റിലാണ് തമ്മുള്ളത്, ഇങ്ങോട്ടും ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇവിടെ ചവിട്ടാനാണ് പറയണം, പിന്നെ ചവിട്ടണ ചിലപ്പോൾ നെഞ്ചിലൊക്കെ ആയിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയൻ പോറ്റി, ആറ്റിങ്ങൽ ഫീനിക്സ് മീഡിയയുടെ MD ആണ്. കൂടാതെ കേരള മലയാള സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്ന ഫേസ്ബുക്ക് വാട്സപ്പ് കൂട്ടായ്മയുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. നിലവിൽ നമ്മൾ വലിയൊരു കൂട്ടായ്മയിലൂടെയാണ് ഈ ഒരു ഗ്രൂപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഗവൺമെൻറ് അംഗീകൃത സംഘടനയാക്കി മാറ്റുന്നതിനായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ അതിനോട് ആഭിമുഖ്യമായിട്ട് ഇപ്പോൾ ഇന്ന് നമ്മുടെ ആറ്റിങ്ങൽ ഫീനിക്സ് മീഡിയയിൽ വെച്ച് അതിൻ്റെ ഒരു മീറ്റിംഗ് കൂടുകയുണ്ടായി. അതൊരു കോർഡിനേഷൻ മീറ്റിംഗ് ആയിരുന്നു. ആക്ടേഴ്സ് ആൻഡ് ഫൈറ്റിംഗ് മാസ്റ്റേഴ്സിൻ്റെ ഒരു കോർഡിനേഷൻ മീറ്റിംഗ് ആയിരുന്നു. അതിന് നമ്മുടെ മലയാള സിനിമാ ലോകത്തെ ഏക വനിതാ ഫൈറ്റ് മാസ്റ്ററായിട്ടുള്ള കാളിയായിരുന്നു ചീഫ് ഗസ്റ്റ്. അത് നമ്മുടെ ഈ സംഘടന ഗവൺമെൻറ് അംഗീകൃതമാക്കണമെന്നും അതിലൂടെ ഇതിൽ ഇപ്പോൾ ഈ സിനിമ സീരിയൽ ലോകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതിനൊരു പരിരക്ഷയും അവർക്കൊരു സംരക്ഷണവും തീർച്ചയായും നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ പേർ ഇന്ന് രജിസ്റ്റർ ചെയ്തു. ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ഉടൻ തന്നെ അടുത്ത മാസം തന്നെ നമ്മുടെ അസോസിയേഷൻ്റെ ബേസിൽ നമ്മുടെ ഫീനിക്സ് മീഡിയ എന്ന സ്ഥാപനത്തിൻ്റെ ബേസിലും നമ്മൾ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ആക്ടിങ് ആൻഡ് ഫൈറ്റിംഗ് ഇതെല്ലാം കണ്ടക്ട് ചെയ്ത് 2 ദിവസങ്ങളായി, ശനി ഞായർ ദിവസങ്ങളായി ഡേറ്റ് ഉടനെ അറിയിക്കുന്നതായിരിക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലെല്ലാവരും പങ്കെടുക്കുക. ന്യൂജനായിട്ടുള്ള ആൾക്കാരെയും പുതിയ തലമുറകളെ സിനിമയിലും സീരിയലിലേക്കും ഒക്കെ കൊണ്ടുവരുന്നതിനും ആക്ടിങ് ഫൈറ്റേഴ്സ് ഈ മേഖലകളിൽ കൊണ്ടുവരുന്നതിനും ടെക്നിക്കൽ സൈഡിൽ കൊണ്ടുവരുന്നതിനുമായിട്ട് നമ്മൾ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. ആ പ്രയത്നം വിഫലമാവാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിലേക്ക് ഇനി നിങ്ങൾക്ക് ഏവർക്കും നമ്മൾ സ്വാഗതം നൽകുകയാണ്. നിങ്ങളുടെ അഭിനയമോഹങ്ങൾ എല്ലാം നല്ല സാർത്ഥകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫീനിക്സ് മീഡിയയുടെ ഉദ്ഘാടന വേള മുതൽ ഇവിടം വരെയും വളരെ സന്തോഷകരമായ അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫീനിക്സ് മീഡിയയുടെ പേരിൽ ഇപ്പോൾ സംഗീത ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ തന്നെ രചനാ സംഗീതം സംവിധാനം നിർവഹിച്ച ക്ഷേത്രായനം എന്ന ആൽബം ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ജഗദീഷ് ശ്രീകുമാർ ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം റിലീസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മകൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3ാമത്തെ ഗാനത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അത് ഉടനെ റിലീസാവും. ഏകദേശം ഒരു 3-4 ദിവസത്തിനുള്ളിൽ അത് റിലീസാവും. യൂട്യൂബ് റിലീസാണ്. നമ്മുടെ ഫീനിക്സ് മീഡിയ വളരെ ഉയരങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഏവർക്കും സിനിമയിലും സീരിയലിലും അതുപോലെ ജീവിതത്തിലും ഉയർച്ചകൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ.